ഗുഡ് മോർണിംഗ്. അത്ര ഗുഡ് മോർണിംഗ് അല്ല അല്ലേ? നിങ്ങൾ ബൈക്കൊന്ന് പിടിച്ചോ. ആ, ഈ കിടക്കുന്ന രണ്ടുപേരുടെ പേരെന്താ? ഇവരാണോ തുടർച്ചയായിട്ട് കിടക്കുന്നതോ മാറി മാറിയാണോ? റിലേ സത്യാഗ്രഹമാണോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. CPO, ഈ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വേണ്ടത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ നിയമനം നടക്കാത്തതിനെ തുടർന്ന് അവരുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നു. ആ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുമ്പോൾ ഉടൻ ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, നിയമനം നടത്തിയില്ലെങ്കിൽ ഇവരുടെ കാത്തിരിപ്പ് വിഫലമാവും. എത്ര ഉദ്യോഗാർത്ഥികളുണ്ട് മൊത്തം? നമുക്ക് മൊത്തത്തിൽ 13,975 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. 13,975 പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 3,326 പേർക്ക് നിയമനം കിട്ടി. ഇനി 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ പ്രതിസന്ധിയിലാണ്, ആശങ്കയിലാണ്. ഇപ്പൊ എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളാണ് 3,326. ഇനി ഒഴിവുകൾ എത്രയുണ്ട്? അനേക ഒഴിവുകളാണ്. എന്നാൽ ഏകദേശം നിങ്ങൾ കണക്കെടുക്കുകയാണ്. നമ്മളൊരു കണക്കെടുപ്പ് SAP ബറ്റാലിയന് തന്നെ ഏകദേശം RTA പ്രകാരം ഏകദേശം 800-ലധികം ഒഴിവുകളാണ് SAP എന്ന് പറയുന്ന ബറ്റാലിയനുള്ളത്. ബാക്കി എല്ലാ ബറ്റാലിയനും കൂടെ ഏകദേശം ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരാനായിട്ടുള്ള ഒഴിവുകൾ തന്നെ ഉണ്ട്. നമ്മുടെ DGPയുടെ പുതിയ കണക്ക് പ്രകാരം കേരളത്തില് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 1026-ഓളം CPOമാരുടെ കുറവുണ്ട്. ഔദ്യോഗിക പുതിയ വേക്കൻസി സൃഷ്ടിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, പഴയ വേക്കൻസി ഏകദേശം 1000-ഓളം വേക്കൻസി ഇപ്പൊ നിലവിലുണ്ടോ? റിപ്പോർട്ട് ചെയ്യാതെ അണ്ടർ റിപ്പോർട്ടിംഗ് ആണ്. അതായത് സാർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജോലിഭാരം മൂലം ഈ 2019 നമ്മുടെ കാറ്റഗറി നിലവിൽ വരുന്നത് 530/2019. ആ 2019 മുതൽ 2024 വരെ മരിച്ച അല്ലെങ്കിൽ ജോലിഭാരം മൂലവും അമിത ജോലിഭാരവും സമ്മർദ്ദവും മൂലം മരണപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം 86 ആണ്. അപ്പോൾ നമ്മുടെ ബാക്കി ഏതൊരു മേഖലയായാലും ഇത്തരത്തിലൊരു മരണം വന്നു കഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ ഉപരോധവും അവർ സമരത്തിനും കാര്യങ്ങൾക്കും എല്ലാം പോകുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ പോലീസുകാരുടെ ജീവിതം അതീവ എന്താണ്? നിങ്ങൾ സമരം ചെയ്യുന്നത് അമിത ജോലിഭാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഒന്നുകിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം. അതെ. അപ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള തസ്തികകളെങ്കിലും മിനിമം റിപ്പോർട്ട് ചെയ്യെങ്കിലും ഒരു 1500 മിനിമം വേക്കൻസികൾ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അതിനേക്കാളും കൂടുതലുണ്ട്. അതിനേക്കാൾ ഇപ്പൊ നിലവിലുണ്ട്. ഉണ്ട്. അല്ല, ആവശ്യമുള്ളത് അവിടെ ഇരിക്കട്ടെ. അതായത് പുതിയ തസ്തിക സൃഷ്ടിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ നടക്കില്ല. പക്ഷെ ഉള്ള ഒഴിവുകൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു 1000-ഓളം എണ്ണം ഒഴിവുകളുണ്ട്. അതെ. അത് സാറേ, അതായത് PSC ഒരു റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ 3 മാനദണ്ഡങ്ങൾ പ്രകാരമാണ് റാങ്ക് ലിസ്റ്റ് ഇടാൾ. അതായത് മുൻ വർഷത്തെ നിയമനങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കണം റാങ്ക് ലിസ്റ്റ്. ഒഴിവുകൾക്ക് വരാൻ പോകുന്ന ഒഴിവുകൾക്ക് ആനുപാതികമായിട്ടായിരിക്കണം റാങ്ക് ലിസ്റ്റ്. നിലവിലൊരു റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ അടുത്ത ഒരു റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പണിയും PSC ചെയ്യുക. ഇതെല്ലാം വൈലേറ്റ് ചെയ്തിരിക്കുകയാണ്. 2023 ഏപ്രിൽ 13. എത്രയാണ് കാലാവധി? 2024 ഏപ്രിൽ 12 അവസാനിക്കും. ഇനി 27 ദിവസം കൂടി മാത്രമേ കാലാവധി ബാക്കിയുള്ളൂ. അതെ, നമ്മള് സമരം അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് ഇന്ന് 36 ദിവസമായി. ഈ 36 ദിവസമായിട്ട് ഗവൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ് DYFI. ഈ DYFIയിൽ എന്താണ് വളരെ കുഞ്ഞുനാളിലെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതുപോലെ തന്നെ അവരാരും വരുന്നില്ല. ഇല്ല. യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും ഉണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് ഗവൺമെന്റ് തലത്തിൽ എത്തണമെങ്കിൽ നമുക്കിവിടെ വന്ന് നമ്മുടെ എന്താണ് കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് DYFIക്ക് മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരെ ഏറ്റെടുക്കാത്തതിൽ നിങ്ങൾക്ക് നിരാശയുണ്ട്. അപ്പോൾ CPO റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 1000-ഓളം വേക്കൻസികളെങ്കിലും ഉണ്ടായിരുന്നിട്ടും അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു. കാലാവധി കഴിയാൻ പോകുമ്പോൾ ഏകദേശം 7000-ഓളം ആളുകൾ അല്ലേ? അല്ല, 10,000-ഓളം ഉദ്യോഗാർത്ഥികളുടെ ജീവിതമാണ് തുലാസിലാവുന്നത് അല്ലേ? അപ്പോൾ 530/2019 എന്നുള്ളത് ഒരു മനുഷ്യാവകാശ ദുരന്തമായി തീരാൻ പോകും. കാര്യം നിവേദനങ്ങൾ റെസിപ്റ്റാണ്. മറുപടി കിട്ടിയോ? തീർപ്പാക്കിയോ എന്ന് വെച്ചാൽ എന്ത് തീർപ്പാക്കി? അതായത് സാർ, നമ്മൾ ഈ നവകേരളത്തിന് കൃത്യമായിട്ടുള്ള റെസിപ്റ്റുകളുടെ എണ്ണം, നമ്മുടെ കയ്യിലിരിക്കുന്ന റെസിപ്റ്റുകളുടെ എണ്ണം 35,256 റെസിപ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ തോരണം പോലെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ്. നമ്മുടെ സമരപ്പന്തൽ അലങ്കരിക്കാൻ വേണ്ടി തോരണമാക്കി നമ്മൾ ഇട്ടേക്കാണ്. നവകേരള സദസ്സിൽ കൊടുത്ത റെസിപ്റ്റുകളാണ് നിങ്ങൾ കാണുന്നത്. പരാതി തീർപ്പാക്കിയിട്ടുണ്ട് എന്നാണ് കിട്ടിയിരിക്കുന്ന മറുപടി. പക്ഷേ ഇനിയും 1000-ഓളം വേക്കൻസികൾ
റിപ്പോർട്ട് ചെയ്ത് നികത്താനുണ്ട്. ആ നികത്താനുള്ള സാഹചര്യത്തിലാണ് ഇനി 27 ദിവസം മാത്രം റാങ്ക് ലിസ്റ്റിൽ ആയുസുള്ളത് അല്ലേ? അപ്പോൾ ഇനി എന്താ അടുത്ത ഘട്ടം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ. എല്ലാവരും ഒരുമിച്ചുണ്ടോ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയിട്ട് 36 ദിവസമായി ഇവിടെ കിടക്കുന്നു. ഈ തിരുവനന്തപുരത്ത് കിടക്കുക എന്ന് പറയുന്നത് ഇടുക്കി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. സർക്കാർ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒന്നാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ കാലമായതുകൊണ്ട് തന്നെ അതും ഒരു പ്രചരണ വിഷയമാണ്. ഇതിനകം തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ കേന്ദ്രത്തിന്റെ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്ത് CPO റാങ്ക് ലിസ്റ്റിൽ എന്തുകൊണ്ട് 1000-ഓളം ഒഴിവുകൾ നിങ്ങൾ നികത്തുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചെറുപ്പക്കാരാണ്, അവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണ്. കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. മനുഷ്യാവശ്യം മാത്രമല്ല സാറേ, നമ്മളിവിടെ ഈ 40 ഡിഗ്രി ചൂടിൽ നമ്മളിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കളക്ടറേറ്റിൽ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 36 ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെ ചൂടത്ത് കിടക്കുകയാണ്, ഒന്ന് വന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ തിരിഞ്ഞുപോലും നോക്കിയില്ല. അപ്പൊ അതിനെതിരെ നമ്മൾ ഒരു ഐസ് ബക്കറ്റ് ചലഞ്ച് വരെ ഇവിടെ നടത്തി. ഐസിൽ ഇറങ്ങി കിടന്നു നമ്മളിവിടെ, മൊട്ടയടിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾ സമരം കളയണ്ട, സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടും എന്നാണ് നമ്മുടെ വിശ്വാസം. സർക്കാർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നമായിരിക്കാം സർക്കാർ ആ തീരുമാനം എടുക്കാത്തത്. പക്ഷേ നിലവിൽ ഒഴിവുകൾ നിലവിലുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പോലീസിൽ സാമ്പത്തിക പ്രശ്നം ഒരു വിഷയമാണെങ്കിൽ ഇനിയും വന്ദനദാസുമാരും ഉണ്ടാവും. കാരണം 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ട ഒരു സഹോദരി. പോലീസിന്റെ എണ്ണക്കുറവ് സമൂഹത്തിന്റെ ലോ ആൻഡ് ഓർഡറിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പം നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ ആശിക്കാം എന്നല്ലാതെ എന്താ ചെയ്യാൻ കഴിയുക? എന്തായാലും സർക്കാരിന്റെ ശ്രദ്ധ നമുക്ക് പെടുത്താം. ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്താ പേര്? എന്താ പേര്? വിഘ്നേഷ്, അഖിൽ, ശ്രീരാം, ഹരികൃഷ്ണൻ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരുണ്ടാവുമല്ലോ. ബഹുഭൂരിപക്ഷവും DYFI ആണെന്നാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബൂത്ത് സെക്രട്ടറി, LC സെക്രട്ടറി വരെ ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്. വാർഡ് മെമ്പർ വരെ CPM 5 വർഷം നഗരൂര് വാർഡ് മെമ്പറായിരുന്ന ഒരു ചേട്ടനുണ്ട് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കൃത്യമായി മുറയ്ക്ക് റിപ്പോർട്ട് ചെയ്യട്ടെ. ഒരു വേക്കൻസികൾ എത്രയും പെട്ടെന്ന് നികത്താൻ കഴിയട്ടെ. താങ്ക് യു.